അസമിലും മഹാരാഷ്ട്രയിലും മഴ ദുരിതം തുടരുകയാണ്. കനത്ത മഴയിൽ മുംബൈയിൽ ഇന്നലെ ഒരു മരണവും അസമിലെ പ്രളയക്കെടുതിയിൽ ഇന്നലെ 6 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. പല നദികളും അപകട സൂചികയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. മോശം കാലാവസ്ഥ റെയിൽ, വ്യോമ, റോഡ് ഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ നിലവിലെ അവസ്ഥ വിശദീകരിക്കുന്നതിന് വേണ്ടി ചേരുന്നുണ്ട്. അർജുൻ, ഈ മുംബൈയിൽ വല്ലാത്തൊരു സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ മുംബൈ നഗരം കടന്നു പോകുന്നത്. അസമിലാണെങ്കിൽ പ്രളയക്കെടുതി. ഒരു തരത്തിലും ഈ ദുരിതപ്പേമാരിക്ക് ശമനമില്ലാത്ത രീതിയിൽ തന്നെയാണോ ഇപ്പോഴും കാര്യങ്ങൾ? രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എങ്ങനെയാണ് ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്? മുംബൈയിൽ പ്രശ്നം കുറച്ചധികം ഗുരുതരമാണ്. കാരണം മഴ ഇപ്പോഴും തുടരുന്നുണ്ട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട്. അത് ഒരു പ്രശ്നം ജനജീവിതത്തിനടക്കം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രിയും താരമായിട്ടുള്ള മഴ പല ഭാഗങ്ങളിലും, ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പെയ്തിറങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ, അന്തേരി ഉൾപ്പെടെയുള്ള ഈ താഴ്ന്ന പ്രദേശങ്ങൾ, വാസായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ വെള്ളത്തിൽ മുങ്ങി ഇപ്പോൾ നിലനിൽക്കുന്നത് മാത്രമല്ല ഈ പൊതുഗതാഗത സംവിധാനങ്ങളടക്കം താറുമാറാനുള്ള കാരണത്തിലേക്കും ഇത് പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും മെട്രോ, സബ്വേ അടക്കമുള്ള ഗേറ്റുകൾ അടയ്ക്കുന്നു. ആ പൊതുഗതാഗതം താറുമാറാവുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ മുംബൈക്ക് പുറമെ റായ്ഗഡ്, താനെ, രത്നഗിരി, പൂനെ, നവി മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് റെഡ് അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകൾ നിർണായകമാകും മഹാരാഷ്ട്രയെ സംബന്ധിച്ച്, മഹാരാഷ്ട്രയുടെ നിരവധി നഗരങ്ങളെ സംബന്ധിച്ച്. കാരണം കനത്ത മഴ തുടരുകയാണെങ്കിൽ അത് ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കും. ഒരു 7 മണി 8 മണിയോടുകൂടി തന്നെ ആളുകൾ ജോലിക്കടക്കം പോകാൻ വേണ്ടി ഇറങ്ങി തുടങ്ങും. അപ്പോഴായിരിക്കും ഈ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായിട്ട് മനസ്സിലാവാൻ വേണ്ടി സാധിക്കുക. ഈ മഴയ്ക്ക് പുറമെ ശക്തമായിട്ടുള്ള തിരമാലകളും ഈ തീരദേശ പ്രദേശത്ത് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നിലവിൽ നിന്നും ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ശക്തമായ മഴയ്ക്കൊപ്പം വേലിയേറ്റം കൂടിയതോടെയായിരുന്നു സാഹചര്യം വഷളായത്. അതുപോലെ സമാന സാഹചര്യം ഇന്നും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശമാണ് ആളുകൾക്ക് സർക്കാരും ഭരണകൂടവും നൽകിയിരിക്കുന്നത്. സ്കൂളുകൾക്ക്, പ്രത്യേകിച്ചും പൂനെ, മുംബൈ, നവി മുംബൈ ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ കോർപ്പറേഷനിലെ പ്രൈവറ്റ് സർക്കാർ സ്കൂളുകൾക്ക് അവധിയാണ്. ഇന്ന് ജൂലൈ 12 വരെ, അതായത് വെള്ളിയാഴ്ച വരെ ഈ രത്നഗിരി, താനെ, മുംബൈ, നവി മുംബൈ, പൂനെ എന്നീ നഗരപ്രദേശങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും. മഴ തുടരുമെന്നുള്ളൊരു ജാഗ്രത. അർജുൻ, ഈ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഗതാഗതമൊക്കെ വല്ലാത്തൊരു സ്തംഭിച്ച അവസ്ഥയിലാണ്. കാരണം റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഓഫീസുകളുടെ പ്രവർത്തനമൊക്കെ നിലവിൽ എങ്ങനെയാണ്? ഓഫീസുകളിലേക്കൊക്കെ ആളുകൾക്ക് എത്താൻ യാതൊരു തരത്തിലും കഴിയാത്തൊരു സ്ഥിതിവിശേഷം കൂടിയാണല്ലോ അർജുൻ. നിലവിൽ നിരവധി ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യം ഒരുക്കി നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. കഴിവതും വീടിനകത്ത് തന്നെ ഇരിക്കുക. അതിനപ്പുറത്തേക്ക് ഈ സർക്കാർ ജീവനക്കാരോട്, പ്രത്യേകിച്ചും സ്കൂളുകളിലെ അധ്യാപകരോടും അനധ്യാപകരോടും എല്ലാം തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏകോപിപ്പിക്കാനും സഹായിക്കാനും വേണ്ടിയിട്ടാണ്. മറിച്ച് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളല്ല എന്നുള്ള നിർദ്ദേശമാണ് സർക്കാർ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ളത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ പൊതുഗതാഗതം, പ്രത്യേകിച്ചും മുംബൈയുടെ ജീവനാഡിയായിട്ടുള്ള സബ്വേ, ഈ സബർബൻ ട്രെയിനുകൾ ഉൾപ്പെടെ താറുമാറാവുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ട്രാക്കുകളിലേക്ക് വെള്ളം കയറുന്നു. അത് പിന്നീട് മണിക്കൂറുകളെടുക്കും ഈ ട്രാക്കിൽ നിന്നും വെള്ളം ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് അടിച്ച് പുറത്തേക്ക് കളയാൻ. അത് വലിയ രീതിയിൽ മുംബൈയെ ബാധിക്കുന്നുണ്ട്, ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭീകരത എന്തായാലും വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും. ആളുകൾ ജോലിക്കായി അടക്കം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാത്രമായിരിക്കും അത് വ്യക്തമാവുക. എന്തായാലും ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. അത് വരും മണിക്കൂറുകൾ വളരെയധികം നിർണായകമാവുന്നുണ്ട് മുംബൈയെ പോലെ വളരെയധികം തിരക്കേറിയ ഒരു നഗരത്തിന്. ശരി അർജുൻ.